സർക്കാർ സ്ഥാപനങ്ങളെ നശിപ്പിച്ച് സ്വകാര്യ ബൂർഷ്വാ മുതലാളിമാരെ സഹായിച്ചു വരുന്ന നിലപാടാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നതെന്ന് കർഷകർ ആരോപിക്കുന്നു. കേരളത്തിലെ മന്നം ഷുഗേഴ്സ് പന്തളം, ട്രാവൻകൂർ ഷുഗേഴ്സ് തിരുവല്ല, ചിറ്റൂർ ഷുഗേഴ്സ് മേനോൻപാറ എന്നീ സർക്കാർ സ്ഥാപനങ്ങളെ മറന്നാണ് സ്വകാര്യ കമ്പനികൾക്ക് പുറകെ പോകുന്നത് എന്ന് കരിമ്പ് കർഷകരായ ഓഹരി ഉടമകൾ ആരോപിക്കുന്നു. കേരളത്തിലെ 14 ജില്ലയ്ക്കും വർഷങ്ങളോളം ഗുണമേന്മയുള്ള ചാരായം വിതരണം നടത്തിയതും ആശുപത്രികൾക്കും വ്യാവസായിക ആവശ്യങ്ങൾക്കും ഡിനിച്ചേർഡ് സ്പിരിറ്റും മെത്തലേറ്റ് സ്പിരിറ്റും ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ നൽകി വന്നിരുന്നതും ഈ സർക്കാർ കമ്പനികളാണ്. മാത്രമല്ല, കന്നുകാലി തീറ്റയ്ക്കും ഉപയോഗിക്കുന്ന മൊളാസസ്, വിദേശമദ്യ ഉൽപാദനത്തിനാവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ENA വിതരണവും ഈ സ്ഥാപനങ്ങളിൽ നിന്ന് വിതരണം ചെയ്തു വന്നിരുന്നതാണ്. മാറി മാറി വരുന്ന സർക്കാരുകളുടെ പിടിപ്പുകേട് മൂലം 3 പഞ്ചസാര കമ്പനികളും സ്തംഭിച്ചു. 1962-65 കാലഘട്ടങ്ങളിൽ തുടങ്ങിയ ഈ ഷുഗർ ഫാക്ടറികളിൽ 73 ശേഷമാണ് ഈഥെയിൽ ആൽക്കഹോൾ ഉൽപാദനം തുടങ്ങിയത്. കരിമ്പ് ദൗർലഭ്യം കാരണം ഷുഗർ ഫാക്ടറികൾ ഭാഗികമായി പ്രവർത്തനം നിലച്ചു. തുടർന്ന് പൂർണ്ണമായി ഉൽപാദനവും നിലച്ചു. ആ നഷ്ടം നികത്താനാണ് ഡിസ്റ്റിലറികൾ തുടങ്ങിയത്. ചാരായ വിതരണവും കാരണം വൻ ലാഭത്തിൽ പ്രവർത്തിക്കുകയും 2.5 മാസത്തെ വേതനം ബോണസ് നൽകിയതുമാണെന്ന് തൊഴിലാളികൾ ഓർമ്മിപ്പിക്കുന്നു. സർക്കാരുകൾക്കും കരിമ്പ് കർഷകർ ഓഹരി ഉടമകൾക്കും ഡിവിഡൻഡ് നൽകി വന്നിരുന്നു. ആ സർക്കാർ സ്ഥാപനങ്ങളെയാണ് ഇപ്പോഴത്തെ സർക്കാർ നശിപ്പിച്ചതെന്ന് ഓഹരി ഉടമകൾ പരാതിപ്പെടുന്നു. പിന്നീട് 1996 UDF മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി മദ്യനിരോധനത്തിൻ്റെ പേര് പറഞ്ഞ് ആദ്യപടിയായി ചാരായ നിരോധനം നടപ്പിലാക്കി. 10,000 കണക്കിന് ജീവനക്കാരെ കുത്തുപാള എടുപ്പിച്ചു. അതേസമയം ബാർ മുതലാളിമാരെയും കള്ളുഷാപ്പ് അബ്കാരികളെയും നിലനിർത്തി വരികയും ചെയ്തു. സർക്കാർ കമ്പനികളെ പൂർണ്ണമായും സ്തംഭിപ്പിച്ച് ENA ഉൽപ്പാദിച്ചു വന്നിരുന്നതും ബോട്ട്ലിംഗ് യൂണിറ്റും മറ്റ് എല്ലാ സംവിധാനവും ഉള്ളതിനാൽ അന്നത്തെ ചിക്കോസ് ചെയർമാൻ PK ഗോപാലൻ സ്ഥാപനം നിലനിർത്താൻ വേണ്ടി വിദേശ മദ്യ നിർമ്മാണത്തിന് പദ്ധതിയിട്ട് മുന്നോട്ട് പോയി. പിന്നീട് അധികാരത്തിൽ വന്ന ഇടതു സർക്കാർ ചിക്കോപ്സിൽ വിദേശ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല, വെള്ള ദൗർലഭ്യം, മാർക്കറ്റിംഗ് ബുദ്ധിമുട്ട്, ഇൻസെൻറ്റീവ് കൊടുക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയ കീറാമുട്ടി ന്യായങ്ങൾ ചൂണ്ടിക്കാട്ടി ചിക്കോപ്സ് MDയോട് ഒരു റിപ്പോർട്ട് എഴുതി വാങ്ങിയാണ് അന്നത്തെ എക്സൈസ് മന്ത്രിയായ ശിവദാസ മേനോൻ ചിക്കോപ്സിനെ സ്തംഭിപ്പിച്ചത്. അതേസമയം ചിക്കോപ്സിൻ്റെ തൊട്ടടുത്തുള്ള കഞ്ചിക്കോട് MP ഗ്രൂപ്പിന് ഒരു വിദേശ മദ്യ യൂണിറ്റും അതിന് തൊട്ടടുത്ത് തന്നെ MP ബീർ യൂണിറ്റിനും അനുമതി നൽകി. മലമ്പുഴയിൽ നിന്നും വെള്ളവും അവർക്ക് സംഘടിപ്പിച്ചു കൊടുത്തതായും പരാതികൾ ഉയരുന്നു. എലപ്പുള്ളിയിൽപ്പെട്ടതും മലമ്പുഴ നിയോജക മണ്ഡലത്തിൽപ്പെട്ടതുമായ ചിക്കോപ്സിൽ വെള്ളമില്ല എന്ന് പറഞ്ഞാണ് പദ്ധതിയെ അട്ടിമറിച്ചത് എന്നും കർഷകരും വിരമിച്ച ജീവനക്കാരും ആരോപിച്ചു വരുന്നു. 38 കൊല്ലക്കാലം ഷുഗർ ഫാക്ടറി പഞ്ചസാര ഉൽപാദനം നടത്തിയത് ചിക്കോപ്സ് ഒരു ദിവസം 2 കോടിയോളം വെള്ളം ഉപയോഗിച്ചിരുന്നതായും കോരയാർ പുഴയ്ക്ക് നടുവിൽ വലിയൊരു കിണർ നിർമ്മിച്ച് ഫിൽറ്റർ സംവിധാനത്തിലൂടെയാണ് അത്രയും വർഷം ഷുഗർ ഫാക്ടറി പ്രവർത്തിപ്പിച്ചത് എന്ന് നാട്ടുകാർ പറയുന്നു. 500 HP 10 ഭീമാകാരമായ മോട്ടോറുകൾ 24 മണിക്കൂർ പ്രവർത്തിച്ച് ലക്ഷക്കണക്കിന് കപ്പാസിറ്റിയുള്ള വൻ വാട്ടർ ടാങ്കുകൾ നിർമ്മിച്ചാണ് വെള്ളശേഖരണം അവർ നടത്തി വന്നിരുന്നതെന്നും
അവർ ഓർമ്മിപ്പിക്കുന്നു. 105 ഏക്കർ സ്ഥലമുള്ള എലപ്പുള്ളിയിലെ തന്നെ ചിക്കോപ്സിൽ വെള്ളമില്ല എന്ന കാരണം കാട്ടിയാണ് വിദേശ മദ്യ നിർമ്മാണം തുടങ്ങാതിരുന്നത്. ചിക്കോപ്സിൽ വിദേശ മദ്യം തുടങ്ങിയാൽ MP അമൃതസ് ഡിസ്റ്റിലറി യൂണിറ്റുകൾ പൂട്ടേണ്ടി വരും. ചിക്കോപ്സിന്റെ ഉൽപ്പന്നം വില കുറച്ച് ഇപ്പോൾ ജവാൻ റമ്മ് നൽകുന്നത് പോലെ നൽകാൻ കഴിയുമെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. അതുമൂലം സ്വകാര്യ കമ്പനി പൂട്ടേണ്ടി വരും. ഇതുകൊണ്ടാണ് വിദേശ മദ്യ ഉൽപാദനം ചിക്കോപ്സിൽ തുടങ്ങാതിരുന്നത് എന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. 110 ഏക്കർ സ്ഥലമുള്ള ചിക്കോപ്സിൽ മഴവെള്ളം ശേഖരിക്കാൻ നിർവാഹമില്ല എന്നാണ് അന്നത്തെ തീരുമാനം. എലപ്പുള്ളിയിലെ 24 ഏക്കർ മാത്രം വരൾച്ച ഭൂമിയിൽ നിന്ന് 5 ഏക്കറിൽ 10 കോടി ലിറ്റർ ജലം മഴവെള്ളം ശേഖരിക്കുമെന്ന് ന്യായീകരിച്ച് ചിലർ ഓയാസിസിനെ സഹായിക്കാൻ രംഗത്ത് വരുന്നുണ്ടെന്നും കർഷകർ അതറിഞ്ഞ് ഞെട്ടിപ്പോയെന്നും പറയുന്നു. 1996 അന്നത്തെ എക്സൈസ് മന്ത്രി T. ശിവദാസ് മേനോൻ കേരളത്തിൽ 6 മദ്യ യൂണിറ്റുകൾക്കും 2 ബ്രൂവറിക്കും ലൈസൻസ് നൽകി. പിന്നീട് MP ബീർ യൂണിറ്റ് വൻ ലാഭത്തിന് UB ഗ്രൂപ്പിന് വിറ്റു. MP മദ്യ യൂണിറ്റ് പിന്നീട് തമിഴ്നാട്ടിലെ ഒരു പാർട്ടിക്ക് വൻ വിലയ്ക്ക് വിറ്റതായും പറയുന്നു. ഇതെല്ലാം അറിയുന്ന അതേ ഇടതു സർക്കാർ മേനോൻപാറയിലെ ചിക്കോപ്സിന് തൊട്ടടുത്ത് ഒരു ഫർലോങ് ദൂരത്ത് MP ഗ്രൂപ്പിന് തന്നെ അപ്പോളോ ബീർ യൂണിറ്റിന് അനുമതി നൽകി. ആ യൂണിറ്റിന് വെള്ള പ്രശ്നമില്ലേ എന്നും അവർ ചോദിക്കുന്നു. പിന്നീട് അന്നത്തെ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല ഇടപെട്ടാണ് അത് ഉപേക്ഷിക്കേണ്ടി വന്നതെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. നല്ല നിലയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ചിക്കോപ്സ് നഷ്ടത്താൽ അടച്ചുപൂട്ടേണ്ടി വന്നതിനാൽ സർക്കാർ ജീവനക്കാർക്ക് BRS നൽകി വിടുകയായിരുന്നു. 2004 പിരിച്ചുവിട്ട അവർക്ക് ശമ്പള കുടിശ്ശിക ഇനിയും നൽകിയിട്ടില്ല. പ്രോവിഡന്റ് ഫണ്ടിന്റെ പേരിലും കോടികൾ അടയ്ക്കാനുണ്ടത്രേ. ചിറ്റൂർ ഷുഗർ മില്ലിന്റെ 110 ഏക്കർ സ്ഥലം കൈമാറ്റം ചെയ്യാനോ പേര് മാറ്റാനോ കഴിയാത്ത വിധത്തിലാണ് ബൈലോ ഉള്ളതെന്നും അതെല്ലാം അട്ടിമറിച്ചാണ് മലബാർ ഡിസ്റ്റിലറി എന്ന പേരിൽ തിരിമറി നടത്തി സ്ഥാപനം തുടങ്ങുമെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നതെന്നും 1996 മദ്യ ഉൽപാദനം പറ്റില്ലെന്ന് പറഞ്ഞ് അതേ ഇടതു സർക്കാർ തന്നെ മലബാർ മദ്യ യൂണിറ്റുമായി നടക്കുന്നു എന്നും നാട്ടുകാർ പരിഹസിക്കുന്നു. ഇതേ ഇടതു സർക്കാരിൻ്റെ ഭരണത്തിൽ തന്നെ വ്യവസായ മന്ത്രി എളമരം കരീം ചിക്കോപ്സിലെ ഉപയോഗപ്രദമായ കോടികൾ വിലമതിക്കുന്ന മെഷീനറികളെല്ലാം നിസാര വിലയ്ക്ക് 4.5 കോടിക്ക് വിറ്റു. അവർ അത് പിന്നീട് 9.5 കോടിക്ക് മറിച്ചു വിറ്റ കേസ് ഇനിയും തീർന്നിട്ടില്ല എന്നും അവർ സൂചിപ്പിക്കുന്നു. എല്ലാം വിറ്റു തൊലച്ച് ഇപ്പോൾ മലബാർ ഡിസ്റ്റിലറി എന്ന പേരിൽ തുടങ്ങാനിരിക്കുന്നത് കോടികൾ കമ്മീഷൻ തട്ടാനാണെന്ന് വിരമിച്ച ജീവനക്കാർ പരാതിപ്പെടുന്നു. കേരളത്തിൽ വെറും 307 മദ്യഷാപ്പുകളേ ഉള്ളൂ. കർണാടകയിൽ 7000-ൽ കൂടുതൽ മദ്യഷാപ്പുകൾ ഉണ്ട്. അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് എന്നും നേതാക്കൾ ന്യായീകരിക്കുന്നു. അതേസമയം കർണാടകയിലും കേരളത്തിലെയും ജനസംഖ്യ എത്രയാണ്? കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ കർണാടകയിലാണ്. MLA-മാരെയും മന്ത്രിമാരെയും അടക്കം തിരഞ്ഞെടുക്കാൻ കർണാടകയിലെ മലയാളികൾക്ക് കഴിയുന്നു എന്നും ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിൽ 307 ഷാപ്പും 800-ൽ കൂടുതൽ ബാറും ഉള്ളതും ആരെ സഹായിക്കാനാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി അറിയുമെന്നും കർണാടകയിൽ 7000-ൽ പരം മദ്യഷാപ്പും 3000-ൽ കുറവുമുള്ള ബാറുകളും മാത്രമാണ് ഉള്ളത്. അവിടുത്തെ സർക്കാർ പാവപ്പെട്ട മദ്യപന്മാരെയാണ് സഹായിക്കുന്നത്. കർണാടകയിലെ സർക്കാർ മദ്യഷാപ്പുകളിൽ മദ്യപന്മാർക്ക് ഇരുന്ന് മദ്യപിക്കാൻ കഴിയുന്നതിനാലാണ് മദ്യപന്മാർ കൂടുതലാവുന്നതും കർണാടകയിൽ മദ്യഷാപ്പിൽ എത്തുന്നത് ബാറുകളിൽ ധനികരാണ് പോകുന്നതെന്നും മദ്യപന്മാർ ചൂണ്ടിക്കാട്ടുന്നു.
അതുകൊണ്ടാണ് കർണാടകയിൽ മദ്യം കൂടുതൽ ചെലവാകുന്നതും കേരളത്തിൽ കുറവ് ചെലവാകുന്നതും എന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. കേരളത്തിൽ ലക്ഷക്കണക്കിന് പാവപ്പെട്ട മദ്യപന്മാരെ ചൂഷണം ചെയ്ത് ദ്രോഹിച്ച് 800ഓളം ബാർ ഉടമകളെയും മദ്യ കമ്പനി മുതലാളിമാരെയും സഹായിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. വെറും 307 ഷാപ്പ് മാത്രമാണെന്ന് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നു എന്നും മദ്യപന്മാർ ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിലെ മദ്യപന്മാർ പാവപ്പെട്ടവരാണ്. അവർക്ക് ഇത്രയും വില കൊടുത്ത് മദ്യപിക്കാൻ കഴിയുന്നില്ല. കിട്ടുന്ന പണം ഷാപ്പിൽ കൊടുക്കാനേ മതിയാവുന്നുള്ളൂ. സർക്കാരിനെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് പാവപ്പെട്ട മദ്യപന്മാരെ ഉപയോഗപ്പെടുത്തുന്നതെന്നും കർണാടകയിൽ ചുരുങ്ങിയ കാശുകൊണ്ട് മദ്യഷാപ്പിൽ ഇരുന്ന് മദ്യപിക്കാൻ കഴിയുന്നു. ഇവിടെയാണെങ്കിൽ മദ്യഷാപ്പിൽ നിന്നും വാങ്ങിയ സാധനം കഴിക്കാൻ നെട്ടോട്ടം ഓടേണ്ടി വരുന്നു. കേരളത്തിലെ മദ്യപന്മാർക്ക് അതിന് ഒരു നിർവാഹവുമില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ തന്നെ ജനങ്ങൾ കർണാടകയിൽ എത്തുന്നതും കർണാടക സർക്കാരിനെ വാനോളം പുകഴ്ത്തുന്നതുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. കർണാടകയിൽ മദ്യഷാപ്പുകൾ 7000-ൽ കൂടുതലും ബാറുകൾ കുറവും ഉള്ളത് കേരളത്തിന് മദ്യഷാപ്പ് കുറവും ബാറുകൾ 3 ഇരട്ടിയും. എന്നിട്ട് കേരളത്തിനെ മഹത്കരിക്കാൻ ചില നേതാക്കൾ ശ്രമിക്കുന്നത് അരിയാഹാരം കഴിക്കുന്നവരെ വിഡ്ഢികളാക്കുകയാണെന്ന് മദ്യപന്മാർ വിശദീകരിക്കുന്നു. സ്പിരിറ്റ് ലോബികളെ സഹായിക്കാനാണ് പ്രതിപക്ഷം ഒയാസിസിനെ എതിർക്കുന്നത് എന്ന് ചില നേതാക്കൾ ന്യായീകരിക്കുന്നു. ഇവിടെ ഭരിക്കുന്നത് ആരാണെന്നും സ്പിരിറ്റ് ലോബിയെ തടയേണ്ടത് സർക്കാരാണെന്ന് അതിന് കഴിയാത്തതിൻ്റെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കരുതെന്നും പ്രതിപക്ഷവും പറയുന്നു. കേരളത്തിൽ മുൻപ് സർക്കാർ മദ്യഷോപ്പിൽ ഇരുന്ന് മദ്യപിക്കാൻ അവസരം ഉണ്ടായിരുന്നതാണ്. എന്നാൽ ബാറുകാരെ സഹായിക്കാൻ മാത്രമാണ് കേരളത്തിൽ ആ സംവിധാനം എടുത്തു മാറ്റിയതെന്നും മദ്യപന്മാർ ആരോപിക്കുന്നു. ലക്ഷക്കണക്കിന് മദ്യപന്മാർ കോൺഗ്രസ് ഭരണം വന്നാൽ മദ്യനിരോധനം കൊണ്ടുവരുമെന്ന് ഭയന്നാണ് ഇടതുപക്ഷത്തെ ജയിപ്പിച്ചതെന്നും അധികാരത്തിലെത്തിയപ്പോൾ മദ്യപന്മാരെ മറന്ന് അവരെ കൂടുതൽ ചൂഷണം ചെയ്ത് ബാർ മുതലാളിമാരെയും മദ്യ കമ്പനി ഉടമകളെയും അകമഴിഞ്ഞ് സഹായിക്കുന്നതായും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഉത്തരേന്ത്യയിലെ ബൂർഷാ മുതലാളിമാരെ സഹായിക്കുന്നത് തൊഴിലാളി പാർട്ടിക്ക് ഭൂഷണമാണോ എന്നും എലപ്പുള്ളിയിലെ കർഷകർ ചോദിക്കുന്നു.